You are tuned to Kerala's #1 FM, Club FM with Reenu. മാത്രല്ല ഇത് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ആഷിഖ് അബു. ആഷിഖെ, സോൾട്ട് ആൻഡ് പെപ്പറിലെ കാണാമുള്ളാലുൾ നീറും എന്നുള്ള പാട്ടിനെ കുറിച്ച് ഒന്ന് പറയോ? ഇറ്റ്സ് എ വെരി റൊമാൻറ്റിക് സോങ്. ഐ ലവ് ഇറ്റ്. ഈ കാണാമുള്ളാൽ എന്ന ആ വാക്ക്, ആ മീറ്ററിൽ ഫിറ്റ് ആവുന്ന വാക്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ഓപ്ഷൻസ് നോക്കിയതാണ്. കാരണം അങ്ങനെ ഒരു വാക്ക് കിട്ടുന്നില്ല. അത് ഈ കാണാമുള്ളാൽ എന്നുള്ള ആ പാട്ടിൽ തന്നെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പെയിൻ ഉണ്ട് ആ വരികളിലല്ല. അതുകൊണ്ടൊക്കെയാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഈ ചെറിയ എരിവ് ഇഷ്ടം എന്ന് പറയുന്ന പോലെ എരിവൊട്ടും നമുക്ക് സൂഹിക്കാത്തൊരു സംഗതിയാണ്. നമ്മൾ ഇത്തിരി പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ചെറിയ പെയിൻ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ എരിവ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രണയത്തിന്റെ ഈ പെയിൻ ഇല്ലേ, അപ്പൊ ആ പെയിൻ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ മറ്റേ 1-2 സുഹൃത്തുക്കൾ ഈ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അവരിന്ന് കരയണാണ്. കുറെ നേരം സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും കരയും. പിന്നെ കാരണം ആ കരച്ചിലൊരു ട്രിപ്പുണ്ട്. അപ്പൊ അത് കരയുന്നത് വേറൊരു സുഖമായിട്ടും അതിന്റെ ഒരു ട്രിപ്പായിട്ടും അവർ അതിനെടുത്തോണ്ട് പോകും. ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട് ആഷിഖ്. ആണല്ലേ? എന്താണ് സംഭവിച്ചെന്ന് പറയില്ല, ഒരു ഇന്ന കരച്ചിൽ കരഞ്ഞു. അല്ല, അത് നല്ലതാണ്. എന്താ വെച്ചാൽ ഒന്നാമത് കരയുന്നത് കണ്ണിന് നല്ലതാണ്. മനസ്സിലായില്ലേ? ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകും, കണ്ണൊക്കെ ക്ലീൻ ആവും. ഒരു ബ്രേക്കപ്പ് ഒരു ജീവിതത്തിൽ നല്ലതാണ്. ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്രേക്ക് അയ്യോ എന്റെ ജീവിതം തകർന്നു പോയി എന്ന് പറഞ്ഞൊരു കാര്യമില്ലോ. മൂവ് ഓൺ, അടുത്തത് പിടിക്കുക. പറയാൻ എന്തൊരു എളുപ്പം. സത്യത്തിലൊരു ബ്രേക്കപ്പ് വന്നവൻ അറിയാം അതിന്റെ വിഷമം. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആഷിഖ് അബുവിന്റെ അടുത്ത് ചോദിക്കുക, ഇതുപോലൊരു കഥ എവിടെ നിന്നൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, അത് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതെ, അങ്ങനെയുള്ള ഞാൻ അറിയാം. അത് ഈ പറഞ്ഞ പോലെ കല്യാണം വിളിച്ചു, കല്യാണത്തിന് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാലോ, ഇപ്പൊ ഈ മാരകമായിട്ട് പ്രണയിച്ചിരുന്ന ഒരു കാമുകിയുടെ കല്യാണം നടക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഈ കാര്യം അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു ഈ പ്രേമം. അപ്പൊ അവരെ ഒന്നും അറിയിക്കാതെ ഇതറിയാൻ പാടില്ലാത്ത 2 പേരെ കൂട്ടിയാണ് ഞാൻ അവിടെ പോയത്. കാരണം സുഹൃത്തിന്റെ കല്യാണം എന്നുള്ളതിലേക്ക് പോയത് ഒരു കറുത്ത അംബാസിഡർ കാറിലാണ്. അത് ഈ എന്റെ ഒരു സുഹൃത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കരിദിനമായിരിക്കും എനിക്ക്. അപ്പോ കറുത്ത അംബാസിഡർ കാറ് ഈ എന്റെ കൂടെ വന്ന ആൾക്കാരോടും കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ 3 പേരും കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോയി. അവിടെ ഒപ്പന നടക്കുന്നുണ്ടായിരുന്നു. ആ ഒപ്പനയൊക്കെ കണ്ടു. പോയി സംസാരിച്ചൊന്നുമില്ല. കുറച്ചു നേരം ഞങ്ങൾ വന്നു, പങ്കെടുത്തു എന്ന് അവർക്ക് മനസ്സിലായി എന്ന് തോന്നിയ ആ നിമിഷം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അല്ല, കല്യാണപ്പെണ്ണിന് എങ്ങനെയല്ല മനസ്സിലായി കാണും. കല്യാണപ്പെണ്ണ് കണ്ടു കറുത്ത ഡ്രസ്സ്. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നിയത്, എനിക്ക് തോന്നലാണെന്ന് അറിയില്ല, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തോന്നി. അത് പ്രണയം നഷ്ടപ്പെട്ട എല്ലാ കാമുകന്മാർക്കും തോന്നാറുണ്ട്. അതെ അതെ, ആ പെണ്ണ് ഇപ്പോഴും എന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ തോന്നുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മനസ്സിലാ വിചാരമുള്ളതാണ് നല്ലത്. ഇപ്പോഴും എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടല്ലോ എന്നുള്ള അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആഷിഖിന് മാത്രല്ല, എനിക്ക് തോന്നുന്നു നമ്മളേക്ക് ഒരാൾ ഉപേക്ഷിച്ചിട്ട് പോയാലും നമ്മളെല്ലാരും ഇത് തന്നെ ആഗ്രഹിക്കുന്നത് അല്ലേ? ഇത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ആഷിഖ് അബു. ഈ പ്രണയം ഒരു ചില്ലാണോ? പ്രണയം ചില്ലാണ്, വില്ലാണ്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അതൊക്കെയാണ്. കാരണം നമുക്കതിന് ആ ഇമോഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പൊ ഈ മുമ്പൊക്കെ പറയുന്ന പോലെ കണ്ണില്ല, മൂക്കില്ല, ഭാഷയില്ല, ദേശമില്ല, കളറില്ല എന്നൊക്കെ പറയുന്ന പോലെ അതെങ്ങനെയും സംഭവിക്കാം. ആഷിഖിന്റെ അടുത്ത് പ്രണയം എന്താണ് എന്ന് ഞാൻ ചോദിച്ച ആഷിഖ് എന്ത് പറയും? എനിക്കറിയാൻ പാടില്ല എന്ന് പറയും. പ്രണയിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകൾ പോലെ തന്നെയാണ്. ഒരാളെ പ്രണയിക്കുന്ന പോലെ അല്ല മറ്റേ വേറൊരാളെ പ്രണയിക്കുന്നത്. അപ്പൊ അത് 2-3 ലോകങ്ങളാണ്. പക്ഷെ അതിനിടയിൽ പ്രണയം എന്ന് പറയുന്ന ഫീലിംഗ് ഒന്നല്ലേ? ഫീലിംഗ് എല്ലാം സെയിം ഫീലിംഗ് ആണ്. പക്ഷെ ആളുകളോട് ഇപ്പൊ 3 പേരെയാണ് നമ്മൾ പ്രണയിക്കുന്നതെങ്കിൽ, 4 പേരെയാണ് പ്രണയിക്കുന്നതെങ്കിൽ 4 എക്സ്പീരിയൻസസ് ആണ് അല്ലെ? അപ്പൊ ഇമോഷൻ സെയിം തന്നെ. പക്ഷെ അതിനെപ്പറ്റി അത് ഏതാണ് ഇന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഈ പ്രായത്തിൽ ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നതല്ലേ. ശരിയാണ്. അതെ,
ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ, ആഷിക്കിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണോ? എന്നാൽ 56070 ആണ് നമ്പർ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ലവ് ബൈറ്റ്സ് വിത്ത് രേണു ആൻഡ് ആഷിക് അബു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു വിത്ത് ആഷിക് അബു. ആഷിക്, അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത 2 റൊമാൻറ്റിക് മൂവീസ് ഉണ്ട്. ഒന്ന് ആഷിക്കിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ വിനീതിന്റെ തട്ടത്തിൻ മറയത്ത്. രണ്ടുപേരും പ്രണയത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇതിൽ ആരാണ് കൂടുതൽ ഒരു റൊമാൻറ്റിക് സിനിമ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും തട്ടത്തിൻ മറയത്ത് തന്നെയാണ് ഞാൻ പറയും. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ട് അതിപ്പോ ഈ കഥയിൽ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ രുചിയുടെയോ ഒന്നും മേമ്പൊടികളില്ല. നമുക്ക് വേണമെങ്കിൽ വളരെ സാധാരണ കഥ എന്നുള്ള നിലക്ക് വേണമെങ്കിൽ തട്ടത്തിൻ മറയത്തിന്റെ കഥ എടുക്കാം. പക്ഷെ അത് പറഞ്ഞ രീതി അതിമനോഹരമായിട്ട് അത് ചെയ്യാൻ വിനീതിനെ പറ്റി എന്നുള്ള. കാരണം എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കഥകളില്ലാതെ വലിയൊരു കാര്യങ്ങളില്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യാൻ വിനീതിനെ പറ്റി. വിനീത് പറഞ്ഞു പ്രണയം പൈങ്കിളിയാണ്. പ്രണയം എല്ലാ കാലത്തും പൈങ്കിളി തന്നെയാണ്. പൈങ്കിളിയാണ് പ്രണയം. ഉറപ്പായിട്ടും അത്. കഴിഞ്ഞ ദിവസം അജു വന്നിട്ട് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ചക്കരയും മോളെന്ന കാര്യങ്ങൾ പിന്നെ വിളിക്കും. ആഷിക്ക് എത്ര പേരെ വിളിച്ചു? എത്ര പേരൊന്നും എല്ലാവരെയും ഞാൻ വിളിക്കാറുണ്ട്. പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികളെയും വിളിക്കും. അല്ല, അങ്ങനെയല്ല, കാമുകിമാരുടെ കാര്യം ജനറലി പറയും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാമുകിമാരെ എണ്ണം? അത് മോശമല്ലേ? ആർക്ക് ഇനി എന്താ പറയുക, ഈ എണ്ണമൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പിന്നെ അല്ല, ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചേ പറ്റും. തട്ടത്തിൻ മറയത്തിരിക്കട്ടെ. ശരി, തട്ടത്തിൻ മറയത്തുനിന്ന് ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് പറയാം, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ആഷിക്കിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അതിനായിട്ട് ബി വിത്ത് റീനു ആൻഡ് ആഷിക് അബു ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.